ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു കപ്പ് ചൂട് ചോറും ഒരു കോഴിമുട്ടയും ഒരു കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും ഈ ഒരു പലഹാരം. അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പഞ്ഞ് പോലെ തന്നെ ഇരിക്കും. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂട് ചോറാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് സാധാ അരിയുടെ ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റേഷൻ അരി ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് 2 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വക്കൊന്നും തട്ടാതെ ഉള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടും. ഈ ഒരു വെള്ളം പോരാ നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മൊത്തം പുറത്തോട്ട് തെറിച്ച് പോവും. അങ്ങനെ വരാതിരിക്കാനാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുന്നത്. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അരയാത്തൊരു ഘട്ടം വരും. ആ ഒരു ടൈമിൽ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള വെള്ളം 250 ml കപ്പിൻ്റെ അളവിന് 1/4 കപ്പ് വെള്ളമാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇതിപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഹോൾ വരാനായിട്ട് 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഹോൾ വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. 1 മിനിറ്റ് നേരം ആകുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ ദാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നിറയെ ഹോളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. സാധാരണ മൈദ വെച്ചിട്ട് നമ്മൾ മുട്ടപ്പത്തിരി അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടയുടെയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒരു കയ്യിൽ മാവൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ഇത് വെച്ചിരിക്കാവുള്ളൂ. അപ്പോഴാണിത് കറക്റ്റ് പരുവത്തിനും ടേസ്റ്റിനും കിട്ടുന്നത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇതേപോലെ തന്നെ ചുട്ട് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇറച്ചിക്കറികളുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അങ്ങനെ എന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.